ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് വെറും ഒരു 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് വാഴുന്നോരടി പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഇതാക്കണം ഈ കാണുന്ന ഒരു 60 സെന്റ് സ്ഥലം, അതിനകത്ത് ആ കാണുന്ന 2 ബെഡ്റൂമൊക്കെ ഉള്ള ചെറിയൊരു വീടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്ത് ഞങ്ങളൊപ്പം കൂടിക്കൂടി കേട്ടോ. പിന്നെ നിങ്ങളെ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നിങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കേട്ടോ. അത് നമ്മളെ നീലേശ്വരത്ത് നിന്ന് വരുന്ന റോഡാണ്. നീലേശ്വരത്ത് നിന്ന് നേരെ വാഴുന്നോരടി അവിടുന്ന് നേരെ മേനിക്കോട്ട് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതാക്കണ ചുറ്റുപാടും അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണ ഫുള്ള് ടാറിങ് റോഡാണ് കേട്ടോ. വലിയ ഏത് വണ്ടി വേണമെങ്കിലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിലൊക്കെ ഒന്ന് കാണിച്ചത് ഇതാക്കണ് ഇവിടുന്ന് തുടങ്ങാണ്. ഇവിടെയാണ് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ കിടക്കാണ്. ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. പിന്നെ ഇതാക്കണേ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മളെ സ്ഥലം. ഈ കാണുന്നത് തന്നെ ഫുള്ള് റോഡ് സൈഡായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല ലെവലായിട്ട് നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലവും കൂടിയാണ്. നിങ്ങൾ വരും. നമ്മൾ ഈ ഒരു സ്ഥലം നമുക്ക് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് കേട്ടോ. വണ്ടികളൊക്കെ ഇതാക്കണേ, വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നൊരു വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫുള്ള് ഇതാക്കണം ഇങ്ങനെ നല്ല ലെവലായി കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അടുത്ത് ഇഷ്ടംപോലെ വീടുകളെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണ ആ ഒരു ഭാഗത്തേക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾതാമസമുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു സ്ഥലം നമുക്ക് 2 പോർഷനായിട്ട് കിടക്കാണ് കേട്ടോ. ഒന്ന് 36 സെന്റ് സ്ഥലം, ഒന്ന് 24 സെന്റ് സ്ഥലമായിട്ട് 2 ഓഹരിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മളെ സ്ഥലത്തിന്റെ അതിര് എൻഡ് ഇവിടം വരെ വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ അതിര് എൻഡ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിരിനോട് ചേർന്ന് നമുക്ക് വീടുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. ഇതാക്കണ പുതിയ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പറമ്പിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള സൗകര്യങ്ങളും മൊത്തം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് നോക്കാം നമുക്ക്. ഇനി ബാ. അപ്പം നമ്മൾ പറമ്പിലോട്ടൊക്കെ ഇങ്ങോട്ട് പ്ലോട്ടിലോട്ട് കയറി വരുമ്പോൾ ഇതാക്കണം വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും കാറോ ജീപ്പൊക്കെ വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. വണ്ടി ഏത് വേണമെങ്കിലും നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് എത്തുകയും ചെയ്യും. പിന്നെ ഇതാക്കണം ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പറമ്പിനകത്തുള്ള ഒരു വീടാണ് കേട്ടോ. 2 റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട് എന്ന് വേണ്ട സൗകര്യത്തോട് കൂടിയിട്ടുള്ള ചെറിയൊരു വീടാണ്. സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാനോ പാകത്തെ ഒരു വീട് തന്നെയാണ്. വീടിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. കുറച്ച് തേക്കാനും ബാക്കി കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നിലം നന്നാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണേ ഇതാണിപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളത്. പിന്നെ ഇതാക്കണേ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെയാണ് നമ്മളെ വീട്ടിലോട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കുടിക്കാൻ വെള്ളത്തിന് ഇതാക്കണ ബോർവെല്ലാണുള്ളത്. ഫുൾ ടൈം വെള്ളം ഉള്ളതാണ്. വെള്ളം വറ്റൊന്നുമില്ല. അതാണ് ബോർവെൽ. ഇതാ ഇവിടെ തന്നെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ ഇനി നമുക്ക് പറമ്പിനകത്ത് നമ്മൾ ഈ ഒരു പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണഞ്ഞ്. ഇതാ ഇവിടെ തന്നെ നല്ലൊരു കായ്ക്കണ കശുമാവൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത് തന്നെ. അതേപോലെ ഈ തെങ്ങ് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക്. തെങ്ങ് അവിടെ ഏകദേശം ഒരു 4-5ഓളം തെങ്ങ്, നല്ല കായ്ക്കണ തെങ്ങുണ്ട് കേട്ടോ മുറ്റത്ത് തന്നെ നമുക്ക്. ഇതാ ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ അതാ ബാക്ക് സൈഡിലൊക്കെ തെങ്ങുണ്ട്, നല്ല കായ്ക്കണ തെങ്ങുണ്ട് കേട്ടോ. ഒരു 5 തെങ്ങോളം ഉണ്ട് നല്ല കായ്ക്കണത്. ബാക്കി കുറച്ച് തൈയായിട്ടുള്ള തെങ്ങൊക്കെയാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പണി സാധനങ്ങളോ ആയുധങ്ങളോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം, ചകിരിയോ വിറകോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റോർ റൂം ആയിട്ടുള്ള ഒരു വിറക് വര ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഇതാക്കണേ അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് അയൽവാസികളായിട്ടുള്ള വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അതിര് ഇതാക്കണം ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് പോണത് കേട്ടോ. ഏകദേശം ഇവിടം വരെയാണ് ഇപ്പം നമ്മളെ സ്ഥലത്തിന്റെ അതിര്. ഇവിടെയാണ് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ നേരെ മേലെ വരെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പുറത്തേക്കുള്ളത് വേറെ ആളെ സ്ഥലം കേട്ടോ. ഇപ്പം അവരെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ വീടുകളുള്ള ഏരിയ, നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം. അത് കണ്ടില്ല നിങ്ങൾ. എവിടെയായാലും എന്താ പറയുക, കുന്നോ ചെരുവോ അല്ലെങ്കിൽ വലിയ പാറക്കൂട്ടോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. നല്ല മണ്ണുള്ള നല്ല ലെവല് സ്ഥലം. അപ്പോഴേ നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തം 60 സെന്റ് സ്ഥലം എന്നുള്ള നേരത്തെ പറഞ്ഞ 2 പോർഷനായി കിടക്കാനുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ വീടും സ്ഥലവും ഇത് ഒരു 36 സെന്റ് സ്ഥലമാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് 36 സെന്റ് സ്ഥലം കിടക്കുക. അതേപോലെ ഇതാക്കണേ ഇവിടെ ഒരു വേറെ പാർട്ടീഷൻ ആക്കി ഇവിടെ തിരിച്ചിട്ടേക്ക് ഇവിടുന്ന് ഇതാക്കണേ 24 സെന്റ് സ്ഥലമാണ് ഈ കാണുന്നത്. ഒക്കെ ഒരേ ലെവലിൽ കിടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ മുകളിലോട്ട് 24 സെന്റ് സ്ഥലം വേറെ തന്നെ കിടക്കണം. ഫുള്ള് ലെവലായി കിടക്കണം, നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നീലേശ്വരത്തിന് വെറും 5 കിലോമീറ്റർ ദൂരമുള്ളൂ. അതേപോലെ കാഞ്ഞങ്ങാടിന് ഒരു 10 കിലോമീറ്ററും. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നീലേശ്വരത്തും റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ.
ഇപ്പൊ ചില ആൾക്കാർക്ക് പുറത്തൊക്കെ ആവും ജോലിയൊക്കെ ഉണ്ടാവുക, ജോലിക്കെല്ലാം പോണ ആൾക്കാർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ എന്താ പറയാ ഒരു 5 കിലോമീറ്ററിന്റെ 10 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ഒരു വീടും സ്ഥലമൊക്കെ കിട്ടാനുണ്ടോ ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ജോലിക്ക് പോകാനൊക്കെ സൗകര്യത്തിനൊക്കെ ട്രെയിനും കാര്യങ്ങളൊക്കെ കയറി പോകണവർക്ക് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടൗണിലോട്ട് എത്താനാണെങ്കിലൊക്കെ സുഖമാണ്. ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ച നേരെ വീടിന്റെ മുറ്റത്തോട്ട് വണ്ടിയൊക്കെ എത്തുകയും ചെയ്യും. ഇനി നമുക്ക് തൊട്ടടുത്ത് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇവിടുന്ന് കുട്ടികളെ ഒച്ച നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. 2 മിനിറ്റ് നടന്നാൽ മതി. കുട്ടികൾക്ക് സ്കൂളിൽ ബെല്ലടിക്കുന്ന ടൈമിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരുങ്ങി പോയാൽ മതി. അത്ര അടുത്ത് നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പിന്നെ ഇതാക്കണേ നിങ്ങൾ നോക്കിയാണ് പ്ലാവാണ് ഈ കാണുന്നത്. നല്ല കായ്ക്കണ പ്ലാവ് കേട്ടോ. പറമ്പിലൊരു 4-5 പ്ലാവ് ഉണ്ട് ഇതേപോലെ നല്ല കായ്ക്കണ്. അതുപോലെ തന്നെ അയിമ കൂടെ എല്ലാം കൊടിയും പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ പറമ്പിന്റെ ഇടയ്ക്കെല്ലാം ഇതേപോലെ കശുമാവ് പോലത്തെ മരങ്ങളുണ്ട്. കശുമാവാണ് ഈ കാണുന്നത്. പിന്നെ ഇതാ മാവും തൈ ഉണ്ട്. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കണ മാവിന്റെ കേട്ടോ. പിന്നെ അതുപോലെ ഇതാ തേക്കും തൈ ഉണ്ട്. ഇങ്ങനെ കുറെ മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ നിങ്ങൾ നോക്കിയാണ് ഫുള്ള് ഇതേപോലെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഒക്കെ ഒരേ ലെവലിൽ കിടക്കുന്ന സ്ഥലം തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 60 സെന്റ് സ്ഥലങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വില്ല പ്രൊജക്ട് പോലെ അപ്പാർട്ട്മെന്റ് പോലെയൊക്കെ പ്ലോട്ടുകളാക്കി കൊടുക്കാനൊക്കെ പറ്റുകയും ചെയ്യും കേട്ടോ. നിങ്ങൾ നോക്കിക്ക് വീടിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്ക് ഇങ്ങനെ കിടക്കാണ്. പിന്നെ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഇതാക്കണ ആ കാണുന്ന പറമ്പ് കണ്ടില്ലേ, അത് കഴിഞ്ഞ് അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ബസ് റൂട്ടുള്ളതാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമുക്ക് 2 മിനിറ്റ് നടന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ട്. ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ പ്ലോട്ടിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇതാക്കണ് നമുക്ക് എല്ലാവർക്കും കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യത്തിന് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാല് ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു 60 സെന്റ് സ്ഥലം മൊത്തം എടുക്കാം. നിങ്ങളെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 36 സെന്റ് സ്ഥലം അങ്ങനെ വേണമെങ്കിൽ മേടിക്കാം. ഇനിയിപ്പോൾ അതല്ല ഒരു ആ കാണുന്ന 24 സെന്റ് സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. രണ്ടും വേറെ വേറെ അങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് അവിടെ അടുത്തുള്ള അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരങ്കൈ ശങ്കരനാരായണ ക്ഷേത്രം ഉണ്ട്. അതുപോലെ തന്നെ സദാശിവ ക്ഷേത്രം ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ് കാസർഗോഡ് പോകണമെന്നുണ്ടെങ്കിൽ വെറും 35 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അതുപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നീലേശ്വരത്ത് ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞങ്ങാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ ഇതേമാർക്ക് ഇങ്ങനെ നിരന്ന് ഇങ്ങനെ ലെവലായി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ മൊത്തം ഒരേ ലെവലിൽ കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിലെവിടെയും മാറാനില്ല. ആ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ വേലി കെട്ടിയിട്ടുള്ളതാണ്. ഈ ഒരു സൈഡ് ഇതാക്കണം ഇവിടെ സൈഡ് വഴി മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണം നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തിട്ടായിട്ട് ഇങ്ങനെ കിടക്കാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് വേറെ ആളെ സ്ഥലമാണ്. ഇതാക്കണം ഇവിടുത്തെ അതിരെന്ന് പറഞ്ഞാൽ ഇതാണ്. എവിടെ അതിര് മാറാനൊന്നുമില്ല. ഇവിടെ ഇതിങ്ങനെ ഒരു തിട്ടായിട്ട് ഇങ്ങനെ കിടക്കാട്ടോ. ഇപ്പുറത്ത് ഇങ്ങനെ വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് മണ്ണ് നീക്കം വലിച്ചതിൻ്റെ ആ ഒരു ഇത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റും. ഇവിടുന്ന് ഒരൊറ്റ ലെവലിൽ തന്നെ നേരെ റോട്ടുമേക്കാണ് പോണേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ പ്ലോട്ടുകളായിട്ടൊക്കെ എടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റോട്ടുമെന്ന് നേരെ വണ്ടികളൊക്കെ വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് സൈറ്റിലേക്ക് വന്ന് എത്തുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാക്കണ ഇതേപോലത്തെ തെങ്ങും തൈ അല്ലാണ്ട് കായ്ക്കാനായ തെങ്ങും തൈ എല്ലാം കുറേ ഉണ്ട്. മൊത്തം ഒരു 10-15ഓളം തെങ്ങുണ്ട്. കായ്ക്കാനായതും കായ്ക്കുന്നതും ഒക്കെ പാടട്ടോ. പിന്നെ ഇതാക്കണ കുറേ കവുങ്ങും തൈ എല്ലാം നട്ടുണ്ട്. ഒരു 10-20 കവുങ്ങുണ്ട്. കുറച്ച് കവുങ്ങ് കായ്ക്കണുണ്ട്, ഒരു 8-10 എണ്ണം. പിന്നെ ബാക്കി കുറച്ചിങ്ങനെ തൈ ആയിട്ടുള്ള കവുങ്ങും തൈ ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ കേട്ടോ. പറമ്പിന്റെ എല്ലാ സൈഡിൽ കൂടി ഇപ്പൊ നമ്മളിങ്ങനെ നടന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതാക്കണ് ഇടയ്ക്കെല്ലാം ഇങ്ങനെ തേക്കിന്റെ മരങ്ങളുണ്ട്. ഇതാ കുരുമുളക്, വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലാവാണ് ഈ കാണുന്നത്. പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5-6 പ്ലാവൊക്കെ ഉണ്ടോന്നല്ലേ. വലിയ വലിയ പ്ലാവാണ് കണ്ടില്ലേ. എത്രങ്ങാനും വണ്ണുണ്ടോ ഒക്കെ. ഇപ്പൊ കുറെ പ്ലാവ് ഉണ്ട്, മാവും തൈ ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ വീടിന്റെ പണി കുറച്ച് ബാക്കി ബാലൻസ് ഭാഗം തേക്കാനൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ എത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. സ്ഥലം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? സ്ഥലം നല്ലൊരു കിടിലം പ്ലോട്ടാണ് കേട്ടോ. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വാഴുന്നോറടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 60 സെന്റ് സ്ഥലമാണ്.
36 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും, 24 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. പ്ലോട്ടുകളായിട്ട് തിരിക്കാനും അതുപോലെ തന്നെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഒരു സ്ഥലമാണ്. ലെവലായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 1,15,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ഇതാണ്, ഈ കാണുന്നതാണ് ഓണറുടെ നമ്പർ, താഴെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മുടെ ഈ ഒരു കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണറെ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.